ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വാമനീശ്വരൻ്റെ ധീരമായ വാക്കുകൾ പാർത്ഥിവേന്ദ്രപുത്രനായ രഘുവരൻ സശ്രദ്ധം കേട്ടു. കൈകൂപ്പിക്കൊണ്ട് ആ ദൃഢവ്രതൻ സവിനയം ഉണർത്തി. പ്രഭോ, പിതാവിൻ്റെ നിർദ്ദേശം അനുസരിക്കുന്നതിൽ സംതൃപ്തനാണ് ഞാൻ. നൃപസദസ്സിൽ ഗുരുജനമധ്യത്തിൽ വെച്ച് എൻ്റെ വന്ധ്യജനകൻ ദശരഥ മഹാരാജാവ് ഭഗവാൻ കൗശികൻ്റെ കൽപ്പന ഏതൊന്നും നിസ്സംശയം നീ ചെയ്യണം എന്ന് അരുളി ചെയ്തിട്ടുണ്ട്. പിതൃവചന ഗൗരവം തികച്ചും അറിയുന്ന ഞാൻ ആ ആജ്ഞയെ ധിക്കരിക്കുമോ? ബ്രഹ്മർഷി വര്യനായ അവിടുത്തെ കൽപ്പന, അച്ഛൻ്റെ നിർദ്ദേശം, മറ്റൊന്നും എനിക്ക് ആലോചിക്കുവാനേയില്ല. ഗോബ്രാഹ്മണ ഹിതത്തിനായി, ഈ നാടിൻ്റെ രക്ഷയ്ക്കായി താടകാവധം ഉത്തമമാണെന്ന് നിസ്സംശയം ഞാൻ വിശ്വസിക്കുന്നു. അമേയ പ്രഭാവം എഴുന്ന അവിടുത്തെ അരുളപ്പാടിൻ പ്രകാരം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ശത്രുമർദ്ദകനായ ശ്രീരാമചന്ദ്രൻ കോദണ്ഡത്തിൻ്റെ മധ്യത്തിൽ പിടിച്ചു. 10 ദിക്കുകളിലും മറ്റൊലി കൊള്ളത്തക്ക വിധം ഒരു ചെറുഞാണൊലി അടുത്ത ക്ഷണത്തിൽ അതിൽ നിന്ന് മുഴങ്ങി. താടകാവനവാസികളായ സർവ്വജീവികളും ഒന്ന് നടുങ്ങി. അമ്പരന്നു പോയ താടക അതിരുഷ്ടയായി. അത്ഭുതപൂർവമായ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കോപിഷ്ഠയായ അവൾ ഓടിയെത്തി. കണ്ടാൽ അതിവൃദ്ധത്വം തോന്നിക്കത്തക്ക നിലയിൽ വരുന്ന വികൃതരൂപയും വധനയുമായ രാക്ഷസിയെ കണ്ട് കുമാരൻ അനുജനോട് സസ്മിതം പറഞ്ഞു: നോക്കൂ ലക്ഷ്മണ, ഈ യക്ഷിയുടെ ഘോരതരമായ ശരീരം. ഭീരുക്കളല്ലാത്തവരുടെ ഹൃദയം പോലും ഇവളെ കണ്ടാൽ സ്തംഭിക്കും, അല്ലെങ്കിൽ പിളരും. മായാബലങ്ങളാൽ ഏതൊരാൾക്കും ദുർജയാണിവൾ. എന്നാലും ഒരു സ്ത്രീയല്ലേ? കാതും മൂക്കും മുറിച്ച് ഈ രാക്ഷസിയെ ഞാൻ ഇപ്പോൾ പിന്തിരിപ്പിക്കാം. ഈ ദുഷ്ടയുടെ വീര്യത്തെയും ദുർനടത്തത്തെയും നശിപ്പിക്കണം എന്നതാണെൻ്റെ വിചാരം. ഇങ്ങനെ സഹോദരനോട് രഘുപതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവൾ 2 കൈയും ഉയർത്തിക്കൊണ്ട് ആ ഭീഷണരൂപം അടുത്തു കഴിഞ്ഞു. ദിക്കുകൾ പൊട്ടത്തക്ക വിധം അലറുന്ന അവളുടെ നേരെ നോക്കി ബ്രഹ്മർഷി ഒരു ഹുംകാരം ചെയ്തു. ദശരഥ നന്ദനന്മാർക്ക് സ്വസ്തിയരുളി. ഭയങ്കരിയായ താടക ശ്രീരാമ ലക്ഷ്മണന്മാർക്ക് കൂടി അല്പം ഒരമ്പരപ്പ് ഉണ്ടാക്കത്തക്ക വിധം അല്പസമയം പൊടിപടലങ്ങളെ കൊണ്ട് അവിടം മൂടി. മായ കൊണ്ട് അവൾ മറഞ്ഞു. രഘുകുമാരന്മാരിൽ കഠിനങ്ങളായ കല്ലുകൾ വർഷിച്ചു തുടങ്ങി. ശ്രീരാമചന്ദ്രൻ്റെ ഹൃദയത്തിൽ കോപം മുട്ടിട്ടു. കോദണ്ഡത്തിൽ നിന്ന് വരുന്ന ആ ബാണങ്ങൾ ആ ശിലാവർഷത്തെ തീരെ നിർത്തി. പാഞ്ഞെടുക്കുന്ന ആ ക്രൂരയുടെ ബാഹുക്കൾ അറുത്തിട്ടു. കൈകളറ്റ് അവശയാൽ അലറുന്ന രാക്ഷസിയുടെ കാതും മൂക്കും ക്രോധിഷ്ഠനായ ലക്ഷ്മണൻ അരിഞ്ഞുകളഞ്ഞു. കാമരൂപിണിയായ താടക പെട്ടെന്ന് അപ്രത്യക്ഷയായി. ഒരേ സമയത്തിൽ അനേക രൂപങ്ങളിൽ കാണുകയും ചെയ്തു. ഉഗ്രങ്ങളായ ശിലാവർഷങ്ങൾ കുമാരന്മാരിൽ പതിച്ചു തുടങ്ങി. ഏതൊരുവൻ്റെ ഹൃദയത്തെയും വിറപ്പിക്കുന്ന വിധം കന്മഴ ചൊരിഞ്ഞ് നമുജിപുത്രി ശ്രീ വിഷ്ണുവിലും ദേവേന്ദ്രനിലും ചെയ്തതുപോലെ അതുല്യമായിരുന്നു. ശ്രീരാമ ലക്ഷ്മണന്മാരുടെ ചെറുഞാണൊലി ശബ്ദം ഇടവില്ലാതെ മുഴങ്ങി. ആ ഘോരനാദം താടകയെ അമ്പരിപ്പിച്ചു. എന്നാൽ ശിലാവർഷം പൂർവാധികം ആക്കി തീർക്കുകയാണ് ഉണ്ടായത്. അല്പം പരിഭ്രമിച്ച മട്ടിൽ കൗശിക മാമുനി ദശരഥ നന്ദനന്മാരോട് അരുളി ചെയ്തു: ഉണ്ണി രാമ, ലജ്ജിക്കേണ്ട. അതീവ ദുഷ്ടയും പാപസ്വരൂപിണിയുമാണിവൾ. മായാബലക്കാരിയായ ഇവൾ യജ്ഞങ്ങളെയെല്ലാം അനായാസമായി മുടക്കുക പതിവാണ്. സമയം സന്ധ്യയാകാറായി. നിഗ്രഹിക്കുവാൻ അമാന്തിക്കരുത്. രാത്രിയാൽ രാക്ഷസിമാർക്ക് ശക്തി ഇരട്ടിക്കും. നേരിടാൻ തന്നെ സാധിക്കില്ല. ദാശരഥി സസ്മിതം ശബ്ദവേദികളായ ബാണങ്ങൾ അയച്ച് അശ്മവർഷത്തെ തടുത്തു. ഇടുത്തി പോലെ അവൾ അലറിക്കൊണ്ട് കാകുൽസ്ഥ കുമാരന്മാരുടെ സമീപത്തേക്ക് ഓടിയെത്തി. അപ്രമേയ ബലം എഴുന്ന താടകയുടെ വരവ് കണ്ട ശ്രീരാമൻ അമിത പരാക്രമിയായ അവളുടെ വിശാല വക്ഷസിലേക്ക് അമോഘമായ ഒരു അമ്പയച്ചു. രാമബാണം വൻമലയെപ്പോലെ ആ ഘോര രാക്ഷസിയെ പാരിടത്തിൽ വീഴ്ത്തി. ആ ദേഹത്തിൽ നിന്ന് ആത്മാവ് സ്വച്ഛന്തം നിർഗമിച്ചു. പാപങ്ങൾ തന്നെ മൂർത്തീകരിച്ച പോലുള്ള താടകിയുടെ മരണം ദേവന്മാരെ പുളകം അണിയിച്ചു. പരമപ്രീതനായ സഹസ്രാക്ഷൻ വാനോരൊന്നിച്ച് കാകുൽസ്ഥനെ പൂജിച്ച് കൃതകൃത്യനായി വിശ്വാമിത്ര ബ്രഹ്മർഷിയോട്: മുനീന്ദ്ര, അങ്ങേക്ക് മംഗളമുണ്ടാകട്ടെ. മരുദ്ഗുണങ്ങളോടുകൂടിയ ദേവന്മാരും ഞാനും ഈ കർമ്മത്തിൽ അത്യധികം സന്തുഷ്ടരാണ്. ശ്രീരാമനിൽ
സ്നേഹം വ്യക്തമായി കാണിക്കൂ. പ്രജാപതിയായ ഋഷാഷന്റെ പുത്രന്മാർ തപോബലം കൊണ്ട് അതുല്യ ശക്തി ആർജിച്ച സത്യപരാക്രമികളാണല്ലോ. ബ്രഹ്മർഷി വര്യനായ വിശ്വാമിത്ര ആ അമേയ ശാസ്ത്രങ്ങളെ രാമന് നൽകിയാലും അവയെ വാങ്ങുവാൻ കെൽപ്പുള്ള സൽപാത്രമാണ്. അങ്ങയെ ശുശ്രൂഷിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന രാമൻ. അയോധ്യാധിപ നന്ദനായ കുമാരന് മഹത്കൃത്യങ്ങൾ പലതും ദേവകൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. ഘാതീപുത്രനെ സാദരം വന്ദിച്ചുകൊണ്ട് ദേവേന്ദ്രൻ സപരിവാരം വന്ന വഴിക്കു തന്നെ സസന്തോഷം പോയി. സന്ധ്യാദേവി പതുക്കെ സമീപിച്ചു. താടകാവധം കണ്ട കൗശിക ബ്രഹ്മർഷിയുടെ ഹൃദയം കുളിർത്തു. ശ്രീരാമനെ ഗാഢമായി ആലിംഗനം ചെയ്ത് ശിരസിൽ മുകർന്നുകൊണ്ട് അരുളി, ഉണ്ണി, ഏതൊരുവെന്നും ദർശനത്തിൽ തന്നെ നന്മയേകുന്ന രാമ, നമുക്ക് ഈ രാത്രി ഇവിടെ വസിക്കാം. നാളെ പ്രഭാതത്തിൽ എൻ്റെ ആശ്രമത്തിലേക്ക് പോകാം. വിശ്വാമിത്ര വാക്കുകൾ ദാശരഥിയെ ഉൾപുളകം കൊള്ളിച്ചു. അന്നു രാത്രി അനുജനൊന്നിച്ച് അവിടെ അധിവസിച്ചു. ഘോരരൂപിണിയായ താടകയുടെ ബാധയിൽ നിന്ന് നിർമുക്തമായ വനം ചൈത്രരഥം എന്ന പോലെ മോഹനമായി വിളങ്ങി. യക്ഷിയുടെ നാശം കണ്ട് സന്തുഷ്ടരായ നിലിംബരാൽ സ്തുതിക്കപ്പെടുന്ന ശ്രീരാമചന്ദ്രൻ അന്നത്തെ രാത്രി മാമുനിയോടൊന്നിച്ച് നിദ്രാവശകനായി ഉഷകാലത്തിൽ ഉണർന്ന് എഴുന്നേറ്റു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.